എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഗ്രാമീണ മേഖലകളെ ബന്ധിപ്പിച്ചുള്ള ഹൈവേയുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലയോര ഹൈവേ പൂക്കോട്ടുംപാടം കാറ്റാടി റീച്ചിന്റെ ഉദ്ഘാടനം പൂക്കോട്ടുംപാടത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയോര ജനതയുടെ ന്യായമായ ആവശ്യമാണ് നല്ല റോഡുകൾ എന്നത്. അതാണ് മലയോര ഹൈവേയിലൂടെ സർക്കാർ നടപ്പിലാക്കിയതെന്നും ഇത് കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റാനും ടൂറിസം വികസനത്തിനും മുതൽ കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കാണിക്കുന്ന ഐക്യദാർഢ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഈ നാട് ആഗ്രഹിച്ച വികസന പദ്ധതിയാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. പൂക്കോട്ടുപാടം തമ്പുരാട്ടിക്കല്ല് റോഡിന്റെ ആദ്യ റീച്ച് പൂക്കോട്ടുപാടം കാറ്റാടിക്കട ഉന്നത നിലവാരത്തിലാണ് നിർമ്മിച്ചത്. 15 കിലോമീറ്റർ വരുന്ന റോഡ് 63 കോടി 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ചത്. വീതിയാണെങ്കിൽ 12 മീറ്ററാണ്. BMNBC എന്ന ഇന്ന് നമ്മുടെ രാജ്യത്തെ ഉയർന്ന റോഡ് നിർമ്മാണ രീതിയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയിലാണ് റോഡ് സാധ്യമാക്കുന്നത്. ഡിസൈനായ ഒരു റോഡാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മലയോര മേഖലയിൽ ഏറ്റവും മികച്ച റോഡ് ഇതിലൂടെ സജ്ജമാക്കി. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് പരിശോധിച്ചു. വീതി കൂടിയ നല്ല റോഡ്, കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മികച്ച റോഡുകൾ ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നു. ഈ പദ്ധതിയും അതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെയാണ് പ്രവൃത്തി പൂർത്തീകരിച്ച മൈലമ്പാറ ടൗൺ നവീകരണം. 1 കിലോമീറ്ററോളം വരുന്ന റോഡ് 2 കോടി 30 ലക്ഷം രൂപ ചെലവഴിച്ച് വീതി കൂടി നവീകരിച്ചു. ഈ റോഡ് പ്രവൃത്തി ആരംഭിക്കും മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 3 മീറ്റർ ഇടുങ്ങിയ വീതിയുള്ള റോഡായിരുന്നു. ഇന്ന് ഉണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വികസനം എന്നുള്ളത് എല്ലാവർക്കും എന്നുള്ളതാണ് LDF സർക്കാരിന്റെ കാഴ്ചപ്പാട്. സർവതല സ്പർശിയായ 57.89 കോടി രൂപ ചിലവിലാണ് കരുളായി വഴിയുള്ള പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് റീച്ച് 1 പൂർത്തീകരിച്ചത്. 15 കിലോമീറ്റർ ദൂരമാണ് പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് റീച്ച് 1-നുള്ളത്. പൂക്കോട്ടുംപാടം മയിലാടി മലയോര ഹൈവേയുടെയും പൂക്കോട്ടുംപാടം കാളികാവ് മലയോര ഹൈവേയുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇതോടൊപ്പം 2.3 കോടി ചിലവിൽ നവീകരിച്ച മൈലമ്പാറ ടൌണിന്റെയും അതോടൊപ്പമുള്ള 1 കിലോമീറ്റർ റോഡിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൂക്കോട്ടുംപാടം ടൌണിൽ നിന്നും ഘോഷയാത്രയായാണ് മന്ത്രിയെ ഉദ്ഘാടനവേദിയായ ഗുഡ്വിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്. ടൌൺ ജംഗ്ഷനിൽ റിബൺ മുറിച്ച് റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും തുടർന്ന് ശിലാനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, വൈസ് പ്രസിഡന്റ് അനിത രാജു, ബ്ലോക്ക് മെമ്പർമാരായ PM ബിജു, K രാജൻ, VP അനിൽ, VK അനന്തകൃഷ്ണൻ, ഹരിദാസൻ കുന്നുമൽ, കേമ്പിൽ രവി, അഷ്റഫ് മുണ്ടശ്ശേരി, KC വേലായുധൻ, K രാജ്മോഹൻ, M കുഞ്ഞുമുഹമ്മദ്, EP മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KA ജയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CH അബ്ദുൽ ഗഫൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.